മരണം നമ്മുടെ അടുത്തു എന്ന് പറയാണ്. ഹേ റബി, ടുമാറോ ഈസ് യുവർ ലാസ്റ്റ് ഡേ ഓൺ എർത്ത്. ഇത് കേട്ടാൽ പിന്നെ ബാക്കിയുള്ള ആ സമയമുണ്ടല്ലോ, അത് നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് റാൻഡി പൗഷിൻ്റെ ദ ലാസ്റ്റ് ലെക്ചർ എന്ന പുസ്തകമാണ്. ടോക്ക് ടൈമിൻ്റെ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളുടെ അടുത്തൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1960 ജനിച്ച് 2008 മരണപ്പെട്ട അമേരിക്കൻ എഡ്യൂക്കേറ്ററും കമ്പ്യൂട്ടർ സയൻസ് വിദഗ്ധനുമാണ് റണ്ടോൾഫ് ഫ്രെഡറിക് പൗഷ് എന്ന റാൻഡി പൗഷ്. 2006 പൗഷിന് പാൻക്രിയാറ്റിക് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. ഡോക്ടർമാർ പൗഷിനോട് പറഞ്ഞു, 6 മാസം കൂടിപ്പോയാൽ 1 വർഷം അതിനുള്ളിൽ നിങ്ങൾ മരണപ്പെടും. അങ്ങനെ പൗഷ് മരണത്തിന് വേണ്ടി തയ്യാറാവാൻ തുടങ്ങുകയാണ്. പ്രിപ്പയർഡ് ഫോർ ഡെത്ത്, മരണത്തിന് വേണ്ടി. പൗഷ് തൻ്റെ കൂട്ടുകാരോടും കുടുംബക്കാരോടൊക്കെ യാത്ര പറഞ്ഞു. നമ്മൾ ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രക്ക് വേണ്ടി തയ്യാറാവുമ്പോൾ ഇതുവരെ നമ്മൾ അനുഭവിച്ചതിനോടൊക്കെ എന്തെന്നില്ലാത്തൊരു പ്രത്യേക സ്നേഹം നമുക്ക് വരും. കാരണം നമ്മൾ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. നമ്മുടെ നാട്, നമ്മുടെ വീട്, കുടുംബം, കൂട്ടുകാർ, വി ഫീൽ ഓൾ ദിസ് ആസ് ഹെവൻ. ഇതൊക്കെയാണ് സ്വർഗം എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ പോകണമല്ലോ, പോകാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വന്നത്. പൗഷ് അങ്ങനെ പോകാൻ വേണ്ടി തയ്യാറാവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൗഷിൻ്റെ മനസ്സിങ്ങനെ പറയുന്നത്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഈ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കണം. എൻ്റെ ജീവിതം ഒട്ടും സുഖകരമായിരുന്നില്ല. വലിയ പ്രയാസങ്ങൾ തരണം ചെയ്തിട്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഈ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കണം. അങ്ങനെ മരണം ഉറപ്പിച്ച ഒരു മനുഷ്യൻ്റെ തുറന്നു പറച്ചിലാണ് യഥാർത്ഥത്തിൽ ദ ലാസ്റ്റ് ലെക്ചർ എന്ന് പറയുന്ന ഈ പുസ്തകം. ഞാൻ ഈ പുസ്തകം നിങ്ങളോടൊക്കെ നിർബന്ധമായിട്ടും വായിക്കാൻ പറയും. കാരണം ഞാനിത് വായിച്ച് അതിൻ്റെ ഇൻസ്പിറേഷൻ മനസ്സിലിങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ നേരെ ക്യാമറയുടെ മുമ്പിലേക്ക് വരികയാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ടൊരു ഇൻസ്പിറേഷൻ നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നുള്ളതാണ്. റാൻഡി പൗഷ് നമ്മളൊക്കെ പോലെ തന്നെ കുഞ്ഞുനാളിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളാണ്. അയാളുടെ സ്വപ്നം ഒരു ആസ്ട്രോണറ്റ് ആവണം, ഒരു ബഹിരാകാശ സഞ്ചാരിയാവണം എന്നുള്ളത് പൗഷിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ദൈവം അങ്ങനെ ഒന്നും നേരെ പൗഷിന് നൽകിയിട്ടില്ല. കുറേ കടമ്പകൾ അദ്ദേഹത്തിന് കടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഒരു ബഹിരാകാശ സഞ്ചാരിയാവണമെന്ന ആഗ്രഹിച്ച പൗഷിൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ കടമ്പ അദ്ദേഹത്തിന് അന്ധതയായിരുന്നു. കണ്ണിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിലേക്ക് എത്തിപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു എക്സ്പെരിമെൻ്റ് തയ്യാറാക്കി നാസയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. നാസ അത് തുടക്കത്തിൽ റിജക്റ്റ് ചെയ്തു. പിന്നീട് വെയ്റ്റ്ലെസ് വണ്ടർ എന്ന് പറയുന്നൊരു പ്ലെയിൻ നാസ അവതരിപ്പിക്കുമ്പോൾ അവർ പറയുന്നു, ദിസ് ഈസ് ദ റെഫറൻസ് ടേക്ക് ഫ്രം റാൻഡി പൗഷ്. റാൻഡി പൗഷിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് എടുത്ത റെഫറൻസിൽ നിന്നാണ് ഈ വെയ്റ്റ്ലെസ് വണ്ടർ രൂപീകരിച്ചത് എന്ന് അവർ പറയുന്നുണ്ട്. ചില ആഗ്രഹങ്ങളൊക്കെ നമ്മളങ്ങോട്ട് വിട്ടാലും ദൈവം അതിനെ വിട്ടുകളയാൻ, നമ്മുടെ സ്വപ്നങ്ങൾ വിട്ടുകളയുന്നുണ്ടാവുന്നില്ല. പിന്നെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അത് നേടിയെടുക്കാനുള്ള അവസരം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ, ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ക്യാപ്റ്റൻ ക്രിക്കിൻ്റെ ഒരു സംഭവം പറയുന്നുണ്ട്. ക്യാപ്റ്റൻ ക്രിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫിലിമിലെ കഥാപാത്രമാണ്. കുഞ്ഞുനാളിപ്പോൾ നമുക്കൊക്കെ ടി വിയിലൊക്കെ ചില കഥാപാത്രങ്ങളെ കാണുമ്പോൾ നമുക്കൊക്കെ ഒരു ആഗ്രഹം വരുമല്ലോ, എനിക്ക് ഈ കഥാപാത്രത്തെ പോലെ ആവണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം വരുമല്ലോ. അതുപോലെ റാൻഡി പൗഷ് ആഗ്രഹിച്ചാണ് ക്യാപ്റ്റൻ ക്രിക്കിനെ പോലെ ആവണം. ഒരിക്കലും സാധ്യമല്ല, കാരണം ഡയറക്ടർ ഒന്നുകൂടി അവതരിപ്പിക്കണം ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അങ്ങനെ ആകുമ്പോഴും ഒരു ദിവസം റാൻഡി പൗഷിനൊരു കോൾ വരികയാണ്. ഇത് ഷാറ്റ്നർ എന്ന് പറയുന്ന കനഡയിലെ ഒരു കനേഡിയൻ ഫിലിം ആർട്ടിസ്റ്റാണ് വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, റാൻഡി പൗഷ്, ഞാൻ നിങ്ങളിൽ ഇൻസ്പയർഡാണ്, നിങ്ങളെക്കുറിച്ച് കേട്ടിട്ട് ഞാൻ ഇൻസ്പയർഡാണ്. ഞാൻ ചെറിയ ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത ഒരു ഫിലിമാണ് ക്യാപ്റ്റൻ ക്രിക്ക് എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് റാൻഡി പൗഷിനോട് സംസാരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞുനാളിലൊരു സ്വപ്നമായിരുന്നു ക്യാപ്റ്റൻ ക്രിക്ക് ആവണമെന്ന്. പിൽക്കാലത്ത് ഷാറ്റ്നർ എന്ന് പറയുന്ന ആ ക്യാപ്റ്റൻ ക്രിക്കിനെ അവതരിപ്പിച്ച ആൾ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറയാണ്, ഐ ആം ദാറ്റ് ക്യാപ്റ്റൻ ക്രിക്ക് എന്ന് പറയാണ്. എത്ര ട്വിസ്റ്റിംഗ് ആണ്, എത്ര ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണിത്. ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസുകളും സ്റ്റോറികളൊക്കെ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഡിസ്നി എന്ന് പറയുന്ന ലോകത്തെ വിനോദത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമമാണ് വാൾട്ട് സഹോദരന്മാരുടെ ഡിസ്നി. ഇദ്ദേഹം ഈ ഡിസ്നി സ്ഥാപനത്തിലെ ഒരു ഐഡിയ പ്രൊഡ്യൂസർ ആവണമെന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇമാജിനർ ആവണമെന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഒരുപാട് തവണ അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം അപ്ലൈ ചെയ്യുന്നുണ്ട്, റിജക്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ അവസാനം ഇദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇദ്ദേഹം ഒരു കമ്പ്യൂട്ടർ സയൻസ് വിദഗ്ധനായിട്ട് ഡിസ്നി എന്ന കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു.
പിന്നെ ചെറിയ ചെറിയ ആശയങ്ങളൊക്കെ അഡ്വൈസറി ബോർഡിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. അവസാനം ഇദ്ദേഹം ഈ വാൾട്ട് ഡിസ്നി സ്ഥാപനത്തിലെ ഇമാജിനറായിട്ട് ഇദ്ദേഹം വരികയാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില ആഗ്രഹങ്ങൾ, നമ്മളൊക്കെ കുറേ സ്വപ്നങ്ങൾ കാണുന്ന ആളുകളാണ്. നമ്മൾ ആ സ്വപ്നത്തിൻ്റെ പിറകെ നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ, നമ്മളതിനെ ചിലപ്പം ചെറിയ രീതിയിലൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാലും ദൈവം നമ്മളാ കണ്ട ആ സമയത്ത് ആ സ്വപ്നത്തിൻ്റെ തീവ്രതയിൽ അതിനെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടിട്ട് തരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇൻസ്പയർഡ് ആവാൻ, മോട്ടിവേറ്റഡ് ആവാൻ ദ ലാസ്റ്റ് ലെക്ചർ റൺഡി പോഷിൻ്റെ ഈ പുസ്തകം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. ടോക്ക് ടൈമിൻ്റെ മറ്റൊരു വീഡിയോവുമായിട്ട് വരുന്ന ആഴ്ച നമുക്ക് കാണാം. സീ യു, ഗുഡ് ബൈ.